എൻ്റെ പേര് ആനി. ഞാൻ ഇരവിമംഗലം കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ പത്രമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനിങ്ങനെ വായിക്കാറൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് ഞാൻ എന്നാൽ ഓസ്ട്രേലിയയിൽ പോയി നേഴ്സിംഗ് പഠിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഞാൻ ആദ്യം 2-3 തവണ അറ്റംപ്റ്റ് ചെയ്തു PT എന്ന് പറയുന്ന എക്സാം, പക്ഷെ ഞാൻ പാസ്സായില്ല. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു, പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാനൊരു 2 തവണ അറ്റംപ്റ്റ് ചെയ്തു, അതും കിട്ടിയില്ല. പിന്നെ ഞാൻ വീണ്ടും വന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ 6/11/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ബാക്കിയൊന്നും ചെയ്യില്ലായിരുന്നു. ഞാൻ പത്രം എല്ലാം കൊണ്ട് നേരെ കൊണ്ട് വെക്കത്തുള്ളൂ, ഞാനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത് ഞാൻ ഒന്നുകൂടെ 2 തവണ അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ എക്സാം പാസ്സായില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി രണ്ടാമത് ഇവിടെ വന്ന് പുതുക്കി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പത്രം എല്ലാം എടുത്ത് കൊടുത്തു. ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു. ഞാനിന്ന് കുർബാനയ്ക്ക് പോവും. ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ അടുത്തുള്ള വൃദ്ധമന്ദിരം, ആശാഭവൻ, അവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ഭക്ഷണങ്ങളും അതുപോലെ അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പ്രിപ്പയറായി. ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് രാത്രി അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ പാസ്പോർട്ട് എന്തോ കാണുന്നില്ല, അത് ഞാൻ എവിടെയോ മറന്നു വെച്ചേക്കുവാന്നുള്ള രീതിക്ക് ഞാൻ പോയി നേരെ അലമാരയുടെ മേളിൽ തപ്പിയപ്പം ഞാൻ പത്രമെല്ലാം ഓൾറെഡി ഞാൻ ഫുള്ള് കൊടുത്ത് തീർത്തായിരുന്നു. പക്ഷെ ഞാൻ പാസ്പോർട്ട് കാണുന്നില്ലെന്ന്. പിറ്റേ ദിവസം എനിക്ക് എക്സാം ഉണ്ട്, അത് ഞാൻ എൻ്റെ പാസ്പോർട്ട് മിസ്സിങ് ആണെന്നുള്ളൊരിതിൽ ഞാൻ അലമാരയുടെ മേളിൽ പോയി നോക്കിയപ്പം അവിടെ ഒരു കെട്ട് പത്രവും കൂടി ഇരിക്കുന്നു. അന്നേരം രാത്രി 9:30 ആയായിരുന്നു. പിന്നെ 9:30 ആയില്ലേ, ആൾക്കാരെല്ലാം ഇനി എന്നാ പറയുമെന്ന് വിചാരിച്ച് ഞാൻ പോകാതിരുന്നപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ അത് കൊണ്ടേ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി ആ പത്രം കൊണ്ടേ കൊടുത്തു തീർത്തു. രാത്രി ഞങ്ങൾ വണ്ടി എടുത്ത് എല്ലാ വീട്ടിലും കൊണ്ടേ കൊടുത്തു, അത് തീർത്തു. പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോയി. സാധാരണ പോലെ അല്ലായിരുന്നു, എനിക്ക് എന്തോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമൊക്കെ പോലെയായിരുന്നു എക്സാമിന് പോകുന്നതിന് മുന്നേ. അങ്ങനെ എക്സാമിന് പോയി. ഞാൻ ഉപ്പൊക്കെ ഞാൻ പുറത്ത് വെതറുമായിരുന്നു. പുറത്ത് വെതറിയിട്ടാണ് ഞാൻ എക്സാമിന് കയറി. ഞാൻ എൻ്റെ നാവിൽ ഞാൻ തൈലം പുരട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എക്സാമിന് കയറിയപ്പോഴത്തേക്കും ഞാൻ സ്പീക്കിംഗ് ആദ്യം. അപ്പോൾ ഞാൻ ആദ്യം സ്പീക്കിംഗ് പറയാനായിട്ട് തുടങ്ങിയപ്പം ഞാൻ നാക്കിൽ ഓൾറെഡി നാവിലെൻ്റെ ഞാൻ തൈലം പുരട്ടിയിരുന്നു, പക്ഷെ ഞാൻ സ്പീക്കിംഗ് പറഞ്ഞപ്പോൾ ഫുള്ള് കുഴഞ്ഞു പോവുക. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ നിൻ്റെ തൈലം പുരട്ടിയിട്ടാണ് ഞാനിവിടെ എക്സാമിന് വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി 6 തവണ അറ്റംപ്റ്റ് ചെയ്തു, ഇതെൻ്റെ അവസാനത്തെ പരീക്ഷണ, ഇനി നീ എന്നിങ്ങനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എക്സാം തുടങ്ങി അവസാനം വരെ ഞാൻ ആ കാശുരൂപത്തെ പിടിച്ചു. ഞാൻ എൻ്റെ എക്സാം എപ്പോൾ തീർന്നു അപ്പോഴാണ് ഞാൻ ആ കാശുരൂപത്തിൽ നിന്ന് വിട്ടത്. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി. ആദ്യം തന്നെ സ്പീക്കിങ്ങിന് ഇച്ചിരി തകരാറ് വന്ന കാരണം ഞാൻ റീഡിംഗ് ഒന്നും വായിച്ചില്ല, ചുമ്മാ ചെയ്ത് വിടുമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു. പക്ഷെ ഞാൻ ആ റിസൾട്ട് ഓപ്പൺ ആക്കിയില്ല. ഞാൻ പിറ്റേ ദിവസം 5:30 പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റു. നമ്മുടെ ആവശ്യം പറയുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പം എനിക്ക് 65 ആയിരുന്നു വേണ്ടത്. ഞാൻ നോക്കിയപ്പം എനിക്ക് 2 എണ്ണത്തിന് 69ഉം 2 എണ്ണത്തിന് 70 കിട്ടി. ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എനിക്ക് എക്സാം എന്ന് കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ വന്ന് നിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞോളാന്ന്. ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ വന്നതാണ് സാക്ഷ്യം പറയാൻ. പക്ഷെ അച്ഛൻ പറഞ്ഞു, വിസയൊന്നും വന്നില്ലല്ലോ, എന്നാൽ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ പരീക്ഷണങ്ങൾ തീർന്നിട്ടില്ലെന്ന് ഓർത്തു. ഞാൻ പിന്നെ ഫുൾ പരീക്ഷണങ്ങളായിരുന്നു. ഞാൻ ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ മുന്നാധാരമൊക്കെ നഷ്ടപ്പെട്ടു. എഴുതാൻ കൊടുത്തതിനൊക്കെ ഒത്തിരി തിരുത്തുണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. 5:30 പ്രാർത്ഥന എല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഈ വക്കെ എത്തിയിട്ട് നീ എന്നെ തട്ടിക്കളയരുതേ മാതാവേ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പത്രം എല്ലാം കൊണ്ടേ കൊടുക്കുമായിരുന്നു. അങ്ങനെ മിനിഞ്ഞാന്ന് എനിക്ക് വിസ വന്നു. ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ഓസ്ട്രേലിയയിലേക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോവുക. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ മാതാവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പം എന്നും പള്ളിയിൽ പോകും. കുർബാന മുടങ്ങിയാൽ തന്നെ ഞാനത് ഓൺലൈനിൽ ഇരുന്ന് കാണും. ഞാൻ ബൈബിൾ വായിക്കും. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. നേരത്തെ ഞാൻ വർഷത്തിലൊരിക്കലൊക്കെ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ 2 ആഴ്ച ഒരിക്കലൊക്കെ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും. സങ്കീർത്തനങ്ങൾ 16 5ഉം 6ഉം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആനി ടോ മാത്യു തൻ്റെ PT എക്സാം വിജയകരമായി
തനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഓസ്ട്രേലിയയ്ക്ക് പോകുവാനുള്ള തൻ്റെ എല്ലാ സാധ്യതകളും ഉടമ്പടിയിലൂടെ തനിക്ക് തെളിവായി കിട്ടിയതും, അതായത് അത് തെളിഞ്ഞ് കിട്ടിയ ഇരുണ്ട വഴികളൊക്കെ തെളിഞ്ഞ് തനിക്കിന്ന് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി അമ്മയ്ക്ക് നന്ദി പറയുകയാണ്, ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. തൻ്റെ 6ാമത്തെ അറ്റംപ്റ്റിലാണ് PT എക്സാം ഈ മകൾ പാസ്സാകുന്നത്. ഉടമ്പടി എടുത്തു എന്നിട്ടും തനിക്ക് പരാജയമാണുണ്ടായത്. അതെന്തുകൊണ്ടാണെന്ന് ഈ മകൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, അതായത് കൃപ ടാപ്പ് ചെയ്യുവാനുള്ള ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായ പ്രവർത്തനമാണ് കൃപാസന പത്രം. ഈശോയെ മറ്റുള്ളവരെ അറിയിക്കുക, അറിഞ്ഞവരെ ഒന്നുകൂടി അവരെ ദൃഢപ്പെടുത്തുക, ഈശോയെക്കുറിച്ച് വീണ്ടും ഈ ദൈവസ്നേഹം കൊണ്ട് നിറയുന്നവരാക്കി അവരെ മാറ്റുക. അങ്ങനെ തൻ്റെ മടിയെല്ലാം തനിക്ക് എങ്ങനെയാണ് മാറുന്നത്? ആ മടി മാറുന്നതോടുകൂടി തന്നെ ജീവിതത്തിൻ്റെ ഇരുണ്ട വഴികൾ പിന്നീട് തെളിയുകയാണ്. അത് ഈ മകള് രാത്രി 9:30 കൃപാസന പത്രം തനിക്ക് ഒരു ബണ്ടിൽ കൂടി തൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതും ആ രാത്രി തന്നെ കൊണ്ടേ കൊടുക്കുന്നു. അത് കൊണ്ടേ തീർത്തു എന്നുള്ള ഒരു ആശ്വാസമാകരുത് നമുക്കുണ്ടാകേണ്ടത്. ഇത് കൊണ്ടേ തീർക്കാനുള്ളതല്ല, അത് ദൈവസ്നേഹത്തോടെ പിന്നീട് ചെയ്യുവാനുള്ള ഒരു കൃപ. അതാണ് നാം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്. അങ്ങനെ തൻ്റെ കൂദാശ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ തനിക്ക് വ്യക്തിപരമായിട്ട് ഇന്ന് താൻ എങ്ങനെയാണ് പ്രാർത്ഥനയിലും അതുപോലെ കൂദാശ ജീവിതവുമൊക്കെ എത്ര വിശിഷ്ടമായിട്ട് താൻ കാണുന്നു. ഒരിക്കലും വിശുദ്ധ കുർബാന അർപ്പണം അത് ഓൺലൈൻ വഴിയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്ക് ഓൺലൈൻ വഴി കുർബാന കൂടേണ്ട കാര്യമല്ല നമ്മളിവിടെ പറയുക. എപ്പോഴെങ്കിലും സാധിച്ചില്ലെങ്കിൽ ഓൺലൈൻ വഴി കൂടുമെന്ന് ഈ മകളിവിടെ പറയുകയുണ്ടായി. അതല്ല വേണ്ടത്. നമുക്ക് എപ്പോഴും ഈശോയെ സ്വീകരിക്കണം. നമ്മൾ അതാണ് വിശുദ്ധ കുർബാനയിലെ പ്രധാനമായിട്ടുള്ള പങ്കാളിത്തം. നാം ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം കൂടാനാണ് പറയുക, വിശുദ്ധ കുർബാന കൂടാനല്ല പറയുക. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ചിന്തിക്കരുത് വിശുദ്ധ കുർബാന ഓൺലൈനിലാണെങ്കിലും കൂടിയാൽ മതിയെന്ന്. നമ്മുടെ ജീവിതത്തെ തന്നെ നാം മാറ്റുമ്പോഴാണ് ദൈവത്തിന് ഇടപെടുവാനായിട്ട് നമുക്ക് കൂടുതൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അരൂപി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് കൂടുതൽ അവസരങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കുക. ആ അവസരങ്ങളാണ് പിന്നീട് നമുക്ക് തന്നെ കൃപകളായിട്ട് മാറുക. ഇന്ന് സന്തോഷത്തോടെ ഈ മകൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. തനിക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ തന്നെ കൃപയായിട്ട് തനിക്ക് മാറിയത് തൻ്റെ തന്നെ ജീവിത വിശുദ്ധീകരണമാണെന്നും ദൈവജനസമക്ഷം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.